തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ നീക്കും. സ്വർണ്ണക്കൊള്ള കേസിന്റെ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡിന്റെ കാലാവധി നീട്ടാനുള്ള നീക്കം സർക്കാർ ഉപേക്ഷിച്ചു. മുൻ MPA സമ്പത്തിന്റെ പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രധാനമായും പരിഗണിക്കുന്നത്. മുൻ ഹരിപ്പാട് MLAയുമായ TK ദേവകുമാറിന്റെ പേരും പരിഗണനയിലുണ്ട്. സംസ്ഥാന കൌൺസിൽ അംഗമായ വിളപ്പിൽ രാധാകൃഷ്ണനാണ് ബോർഡിലെ CPI പ്രതിനിധി. R. റോഷിപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. റോഷിപാൽ, ഇന്നലെ ഹൈക്കോടതിയിലുണ്ടായ വിമർശനത്തിൽ നിലവിലെ ദേവസ്വം ബോർഡിന്റെ പങ്ക് അല്ലെങ്കിൽ അതിനെക്കുറിച്ചടക്കം പരാമർശിച്ചിരുന്നു. ഇതിൽ ഈ അമൂല്യമായിട്ടുള്ള വസ്തുക്കളടക്കം ക്ഷേത്രാങ്കണത്തിൽ വെച്ച് അതിന്റെ മറ്റു പണികൾ, അറ്റകുറ്റപ്പണികളൊക്കെ നടത്തുമ്പോൾ ചെയ്യേണ്ടതിന് പകരം അതടക്കം കൊണ്ടുപോയി. അത് നിലവിലെ ദേവസ്വം ബോർഡിനെ അടക്കം ഉന്നയിച്ചുകൊണ്ടിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലല്ലേ ഇപ്പോൾ PS പ്രശാന്തിനെ നീക്കാനുള്ള നീക്കം വന്നിരിക്കുന്നത്? ആരോപണ വിധേയനായ PS പ്രശാന്തിനെ ഇനി തുടരാൻ അനുവദിക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയാണ്, CPM എത്തുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പകരക്കാരൻ എത്തുന്നത്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. PS പ്രശാന്തിന് തുടരാൻ വേണ്ടി നിയമ ഭേദഗതി ഉൾപ്പെടെ ആലോചിച്ചതാണ്. ഓർഡിനൻസ് ഇറക്കി കാലാവധി കൂട്ടാനുള്ള തീരുമാനത്തിലേക്കാണ്. 2 ശുപാർശകൾ ദേവസ്വം സെക്രട്ടറി തന്നെ നൽകിയതാണ്. അതിലൊന്ന് ഈ ദേവസ്വത്തിന്റെ കാലാവധി ജൂണിൽ അവസാനിക്കുന്ന തരത്തിൽ, മറ്റൊന്ന് 1 വർഷം കൂടി കാലാവധി നീട്ടിക്കൊടുക്കുക. ഇത് രണ്ടും PS പ്രശാന്ത് തുടരണം എന്ന ഒരു ലക്ഷ്യത്തോടെയായിരുന്നു. പക്ഷേ ഒടുവിൽ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട വലിയ രീതിയിൽ PS പ്രശാന്ത് ഉൾപ്പെടെ നിലവിലെ ഭരണസമിതി കൂടി പ്രതിക്കൂട്ടിലാകുന്ന സാഹചര്യം വന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി പ്രശാന്ത് തുടരേണ്ടതില്ല, മാറ്റം വരുത്തുക എന്ന തീരുമാനത്തിലേക്ക് ഇപ്പോൾ ഏതാണ്ട് നാളെ തന്നെ CPM സെക്രട്ടേറിയറ്റ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കും. ആരായിരിക്കും പുതിയ ദേവസ്വം ബോർഡ് അധ്യക്ഷനെന്നും പുതുതായി വരുന്ന മെമ്പർ ആരായിരിക്കുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടാവും. ഏറെ വൈകാതെ തന്നെ 13-ന് കാലാവധി അവസാനിക്കും. അതുകൊണ്ട് നാളെ തന്നെ ഈ കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. കാരണം ഇനി ശബരിമല സീസണാണ്. ആ സീസൺ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ പുതിയ ഭരണസമിതി നിലവിൽ വരണം. നേരത്തെ ഈ സീസണിൽ കൃത്യമായി കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഭരണസമിതിക്ക് സമയം നീട്ടിക്കൊടുക്കാനുള്ള ആലോചനയടക്കം നടത്തിയത്. കാരണം അവസാന ഘട്ടത്തിൽ പുതിയ ഭരണസമിതി വന്നാൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുക എളുപ്പമായിരിക്കില്ല എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ PS പ്രശാന്ത് ഉൾപ്പെടെയുള്ള ഭരണസമിതി പൂർണ്ണമായും കുടുങ്ങുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. പ്രതിപക്ഷമടക്കം ആ കാര്യത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് സർക്കാർ തീരുമാനം മാറ്റുന്നത്. R. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ നീക്കും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒപ്പം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ 3-ാം പ്രതി N. വാസുവിനെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കുമെന്ന വിവരം കൂടി വരുന്നു. മറ്റു പ്രതികൾ നൽകിയ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കമുണ്ടാകുന്നത്. മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറിനെ ചോദ്യം ചെയ്യാനും നീക്കമുണ്ട്. മുരാരി ബാബുവിനും D. സുധീഷ് കുമാറിനും വേണ്ടി SIT കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഹരിമോഹൻ നൽകും വിശദാംശങ്ങൾ. ഹരിമോഹൻ, മറ്റു പ്രതികൾ നൽകിയിട്ടുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ N. വാസുവിന്റെ അറസ്റ്റിലേക്ക് ഉടൻ ഉണ്ടാകുമെന്നുള്ള തീരുമാനത്തിലേക്കും കാര്യങ്ങൾ എത്തുന്നത്. ഇത് N. വാസുവിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അകത്തും പുറത്തുമൊക്കെ ഇപ്പോഴും ശക്തനായി തുടരുന്ന, ദേവസ്വം ബോർഡിന്റെ ശക്തനായി തുടരുന്ന ഒരാൾ എന്ന രീതിയിൽ കൂടിയാണ്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ അറസ്റ്റ് എപ്പോഴുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒപ്പം മറ്റു നീക്കങ്ങൾ എന്തൊക്കെയാണ് അന്വേഷണ സംഘത്തിന്റെ? ശ്രുതി, ദേവസ്വം ബോർഡിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ആളാണ് N. വാസു. അത് വിവിധ സ്ഥാനങ്ങൾ, അതായത് ദേവസ്വം കമ്മീഷണറായി 2 തവണ, ഒപ്പം തന്നെ പിന്നീട് ദേവസ്വം പ്രസിഡന്റായി ആ സ്ഥാനത്തിരുന്ന ആൾ കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാസുവിന് ദേവസ്വം ബോർഡിലെ കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്താൻ കഴിയുന്ന സ്വാധീനമുണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് SITക്ക് നേരത്തെ മുതൽക്കുണ്ടായിരുന്ന ഒരു നിഗമനം. പക്ഷേ ഈ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന D. സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തതോടുകൂടിയാണ് ഈ നേരിട്ട് ഈ N. വാസുവിന് ഇതിനകത്ത് പങ്കുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഇപ്പോൾ SIT എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നതാണ് ഇതിന്റെ എല്ലാത്തിന്റെയും തുടക്കമായിട്ട് കരുതുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയ ഒരു വ്യക്തി N. വാസുവാണ് എന്നുള്ളതാണ് ഇവരുടെ മൊഴിയിൽ നിന്ന് മനസ്സിലാകുന്നത്. അതായത് മുരാരി ബാബുവും സുധീഷ് കുമാറും പൂർണ്ണമായിട്ട് വാസുവിന്റെ പങ്കാളിത്തം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള മൊഴികളാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല, സുധീഷ് കുമാറിന്റെ വീട് പരിശോധിക്കവേ SITക്ക് ലഭിച്ച ഒരു കത്തുണ്ട്. അതായത് പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാസു സ്വന്തം കൈപ്പടയിൽ എഴുതിക്കൊണ്ട് സുധീഷ് കുമാർ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് നൽകിയിട്ടുള്ള ഒരു കത്ത്, ആ കത്തും ലഭിച്ചിട്ടുണ്ട്. ആ കത്തിനെ കുറിച്ച് ചോദിക്കുന്ന സമയത്തൊക്കെ തന്നെ വാസു ചോദ്യം ചെയ്യലിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ മറുപടി, തൃപ്തികരമല്ലാത്ത മറുപടിയാണ് SITക്ക് നൽകിയത്. അപ്പോഴൊക്കെ തന്നെ SITക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വാസുവിന്റെ പങ്കിനെ കുറിച്ചൊക്കെ തന്നെ ഒരു ധാരണയിൽ SIT എത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ സമയത്ത് വിട്ടയക്കുകയും കൂടുതൽ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് ഇനി ഒരു ചോദ്യം ചെയ്യലല്ല, മറിച്ച് ഒരു അറസ്റ്റ് അടക്കമുള്ള നടപടിയാണ് ഇനി വേണ്ടത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് SIT എത്തിച്ചേർന്നത്. ഇനിയിപ്പോൾ
ഇപ്പോൾ SITയുടെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് തന്നെ എൻ വാസുവിന്റെ അറസ്റ്റ് ആയിരിക്കും. അതിനുശേഷം പത്മകുമാർ, അതായത് ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ തലപ്പത്തിരുന്ന 2019 ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ പ്രസിഡന്റ് ആയിരുന്ന A. പത്മകുമാറിനെ നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ള നടപടിയിലേക്ക് കൂടി SIT വരും ദിവസങ്ങളിൽ കടക്കും. ഇതിനോടകം തന്നെ 3-അംഗ ഭരണസമിതിയിൽപ്പെട്ട മറ്റ് രണ്ടുപേരെയും ചോദ്യം ചെയ്തിരുന്നു. N. വിജയകുമാർ, KT ശങ്കർദാസ്. അവരെ രണ്ടുപേരെയും ചോദ്യം ചെയ്തതിൽ നിന്ന് ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയാണ് അടുത്ത ഊഴം പ്രസിഡന്റായിരുന്ന A. പത്മകുമാറിന്റേതാണ്. പത്മകുമാറിനെ ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഈ തെളിവുകളെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കും SITയുടെ ചോദ്യം ചെയ്യൽ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ആ സമയത്ത് പത്മകുമാറിന് പറയാനുള്ള കാര്യങ്ങൾ എല്ലാം കൂടി പരിശോധിച്ചായിരിക്കും തുടർ നടപടികൾ എന്തു വേണം എന്നുള്ളതിനെ കുറിച്ച് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. പ്രധാനമായിട്ടും ഈ രണ്ട് നീക്കങ്ങളിലാണ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഹൈക്കോടതി നടത്തിയിട്ടുള്ള നിരീക്ഷണത്തിലൊക്കെ തന്നെ 2019 ഭരണസമിതിക്കെതിരെ മാത്രമല്ല 2025 ഭരണസമിതിക്കെതിരെ കൂടി പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ PS പ്രശാന്ത് പ്രസിഡന്റായ 2025 ഇപ്പോൾ നിലവിലുള്ള ഭരണസമിതിയിലേക്ക് കൂടി അന്വേഷണം നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഭരണസമിതിയിൽപ്പെട്ട ആളുകൾ ഇപ്പോൾ സർവീസിലിരിക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഇവരെ എല്ലാവരെയും ചോദ്യം ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് ഈ 2025 പാളികൾ കൈമാറിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്താത്ത കാര്യങ്ങൾ, അത് മിനിറ്റ്സിൽ എന്തുകൊണ്ട് രേഖപ്പെടുത്തിയില്ല, അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണോ, അതല്ലെങ്കിൽ ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഇടപെടലാണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാഹ്യ ഇടപെടലാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വരുത്തുക എന്നുള്ളതാണ് SIT ഉദ്ദേശിക്കുന്നത്. അപ്പോൾ രണ്ട് ഭരണസമിതികളും ചോദ്യമുനയിലേക്ക് വരികയാണെന്നാണ് ചുരുക്കം. ഓക്കെ, വ്യക്തമാണ്. എന്തായാലും നിർണായകമായ നീക്കങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് ഹരിമോഹനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.